US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയ കൊളറാഡോ കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ 50 സംസ്ഥാനങ്ങളിലെയും ബാലറ്റുകളിൽ ട്രംപിന്റെ പേരുണ്ടാകുമെന്ന് ഉറപ്പായി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കൊളറാഡോ പ്രൈമറി നാളെ നടക്കാനിരിക്കെയാണ് ട്രംപിന് ഏറെ ആശ്വാസകരമായ വിധി. മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒക്കെ ഉണ്ടായ തിരിച്ചടിക്ക് അപ്പുറത്തേക്ക് ഇന്നത്തെ കോടതി വിധി വലിയ ആശ്വാസം പ്രതീക്ഷയും നൽകുന്നതല്ലേ? ഗോകുൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 2024 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഈ സുപ്രീം കോടതി വിധി. അതുമാത്രമല്ല, അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്ര അത്യപൂർവവും അസാധാരണവുമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധമായി വരികയും ചെയ്യുന്നത്. കൊളറാഡോ സംസ്ഥാനമാണ് ഡിസംബർ 19 ഈ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ ക്യാപിറ്റോൾ ഹിൽ കലാപവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരാൾക്ക് ഒരിക്കലും അമേരിക്കയുടെ ഒരു സുപ്രധാന പദവിയിലേക്ക് വരുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നിയമം അനുശാസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിലെ ബാലറ്റിൽ നിന്ന് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ പേര് നീക്കം ചെയ്യുവാനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നും കൂടി സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗോകുൽ, 9 ജഡ്ജിമാരും ഈ ഒരു തീരുമാനം ഐക്യകണ്ഠേനയാണ് എടുത്തിരിക്കുന്നത്. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് അവര് എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തതെന്നുള്ള കാരണങ്ങൾ പലതാണെങ്കിലും അന്തിമ തീരുമാനം ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ സുപ്രീം കോടതി വിധിയിലൂടെ താൻ ആദരിക്കപ്പെടുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഗോകുൽ. ശരി മധു, ഞായറാഴ്ച വാഷിംഗ്ടൺ DC പ്രൈമറിയിൽ ആദ്യമായി തോൽവി അറിഞ്ഞു നിന്ന ട്രംപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി അത് വലിയ ആശ്വാസമാകുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയ കൊളറാഡോ കോടതിയുടെ വിധിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. സൂപ്പർ ട്യൂസ്ഡേയിലേക്ക് കടക്കുമ്പോൾ ട്രംപിന് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.